ഹലോ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മക്കളിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ഭർത്താക്കന്മാരിൽ നിന്നും അല്ലെങ്കിൽ ഭാര്യമാരിൽ നിന്നൊക്കെ നമുക്ക് കൺകുളിർമ ലഭിക്കാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവരിൽ നമുക്ക് ഉപകാരങ്ങൾ മാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അവരെ തൊട്ടുള്ള ഉപദ്രവങ്ങൾ നമ്മൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് അവർ കാരണം നമ്മൾ പരീക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, എപ്പോഴും അവർ കാരണം നമുക്ക് സന്തോഷങ്ങൾ മാത്രം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീട്ടിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മക്കൾ നന്നാവാൻ വേണ്ടിയിട്ട്, നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് കൺകുളിർമ ലഭിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ, മക്കൾ നല്ല കുട്ടികളാവണം അല്ലേ, നന്നാവണം, നല്ല സ്വലിഹീങ്ങളാവണം. അപ്പോഴേ നമുക്ക് അവരിൽ നിന്നും സന്തോഷം ഉണ്ടാകുള്ളൂ, അവരിൽ നിന്നും കൺകുളിർമ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറയുന്നത്. അവരും നല്ല രീതിയിൽ നമ്മളെ സ്നേഹിക്കുന്ന നല്ല 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 ആൾക്കാരാവണം. അപ്പോഴേ നമുക്ക് അവരിൽ നിന്നും നല്ല സന്തോഷം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർക്ക് അറിയാം, എങ്കിലും പ്രവർത്തിക്കാത്തൊരു കാര്യമാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ മദ്രസകളിലൊക്കെ പഠിക്കുന്ന ഒരു പ്രാർത്ഥന. നമ്മൾ മക്കൾക്ക് വേണ്ടി രക്ഷിതാക്കൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയും രക്ഷിതാക്കൾക്ക് വേണ്ടി മക്കൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പ്രാർത്ഥന മുകളിൽ കൊടുക്കാം. അതിന് മുമ്പ് ഞാൻ ചെറിയൊരു കാര്യം പറയട്ടെ. നമ്മൾ പുതിയ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അറബി ക്ലാസ്സുകൾ. അതായത് അറബി വായിക്കാനും എഴുതാനും അറിയാതെ, ഖുർആൻ ഓതാനൊന്നും അറിയാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുട്ടികളും ഒരുപാട് വലിയ വലിയ ആൾക്കാരൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട്, അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അറബി ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ ബാച്ച് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. നമ്മൾ 20 ദിവസം കൊണ്ട് ഖുർആൻ സെറ്റാക്കി തരും. അതായത് അറബി അക്ഷരങ്ങൾ മുതൽ ഖുർആൻ ഓതാൻ വരെ നന്നായിട്ട് പഠിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ 20 ദിവസമാണ് ക്ലാസ്. ഫീസ് വരുന്നത് 800 രൂപയാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ആകും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക, കോൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ എന്തായാലും കൂടുന്നവരെന്തായാലും കോൾ ചെയ്താൽ എടുക്കുക, മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരികയൊക്കെ ചെയ്യണം കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട് കോൾ ചെയ്താൽ എടുക്കില്ല, മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക. 800 രൂപയാണ് ഫീ വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഞാനിതാ ഇവിടെ ഒരു ദുആ കൊടുത്തിട്ടുണ്ട്. റബ്ബന ഹബലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ ഒരു ദുആ നമ്മൾ എപ്പോഴും സ്ഥിരമാക്കി ചൊല്ലാണ് വേണ്ടത്. 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലുക. 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ ഒരു ചെറുത് ചൊല്ലാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു തവണ നമ്മൾ 3 തവണ പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. കാരണം ചെറിയ ഒരു ഇതല്ലേ, 3 തവണ ചൊല്ലുക. 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും 3 തവണ ചൊല്ലുക. വളരെ മഹത്വമേറിയിട്ടുള്ള പുണ്യമേറിയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും പതിവാക്കുക. നമ്മുടെ മക്കളെ എല്ലാവരും അല്ലാഹു തആല സ്വാലിഹീങ്ങളായിട്ടുള്ള മക്കളാക്കി തരട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.